Hello everyone, welcome back to Rank Excel PSC. SCERT ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ 10th സോഷ്യൽ സയൻസ് പാർട്ട് 1 തേർഡ് യൂണിറ്റാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 1-2 യൂണിറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു യൂണിറ്റ്സ് റിലേറ്റഡ് മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി യൂണിറ്റ് 3 ആണ് സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ. അപ്പോൾ എന്താണ് സാമാന്യ ബോധജ്ഞാനം? കോമൺ സെൻസ് നോളേജ്. നമ്മൾ പൊതുവെ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങളെ സമീപിക്കാറുള്ളത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സോഷ്യലൈസേഷനിലൂടെ അല്ലെങ്കിൽ സാമൂഹീകരണ പ്രക്രിയയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും ശീലങ്ങളും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്താറ്. ആ സാമാന്യ ബോധജ്ഞാനം എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം. ഇപ്പം എന്താണ് സാമാന്യ ബോധജ്ഞാനം? വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളേജ്. ഈ അറിവുകൾ എന്താണ്? ഔപചാരിക അറിവുകളല്ല, മറിച്ച് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കും. ഇപ്പോൾ സാമാന്യ ബോധജ്ഞാനത്തിന് ഉദാഹരണങ്ങളാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നുള്ള ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഉദാഹരണമാണ്, എക്സാമ്പിളാണ് തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് തീയുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ്. അപ്പോൾ ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹീകരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എന്താണ് സാമാന്യ ബോധജ്ഞാനം? നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, തീയിൽ തൊട്ടാൽ പൊള്ളും. സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവും. വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയും ആണ്. ഇപ്പോൾ വഴക്കങ്ങൾ, ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണിത് രൂപം കൊള്ളുന്നത്. പലപ്പോഴും ഇതിന് പിന്നിലെ മറ്റു വസ്തുതകൾ പരിശോധിക്കപ്പെടാറില്ല. വ്യക്തിയുടെ അലസത, തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മ, വ്യക്തിപരമായ പരാജയം എന്നിവ ദാരിദ്ര്യത്തിന് കാരണമെന്നാണ് പലരും കരുതുന്നത്. ഇത്തരം അറിവുകൾ രൂപീകൃതമാവുന്നത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ്. അപ്പോൾ വ്യക്തിയുടെ അലസത, തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മ, വ്യക്തിപരമായ പരാജയം എന്നിവ ദാരിദ്ര്യത്തിന് കാരണമെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ ഇത്തരം അറിവുകൾ രൂപീകൃതമാവുന്നത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ്. അപ്പോൾ സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളേജ് ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, പൊതുനിരീക്ഷണങ്ങളിലൂടെ, വഴക്കങ്ങളിലൂടെ, ശീലങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ, ദൈനംദിന ധാരണകളിലൂടെ, അനുമാനങ്ങളിലൂടെ, സാമൂഹിക ഇടപെടലുകളിലൂടെ, സാംസ്കാരിക അറിവുകളിലൂടെ. സാമൂഹിക പ്രശ്നം. ഇപ്പോൾ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് എന്ത്? സാമൂഹിക പ്രശ്നം. അതൊരിക്കലും ഒരു വ്യക്തിയെയോ ഏതാനും വ്യക്തികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളെയല്ല എന്ത് പറയുന്നത്? സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരമോ ആയി സാമൂഹിക പ്രശ്നത്തെ കണക്കാക്കുന്നു. ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. എന്താണ് ഈ വാർപ്പ് മാതൃക?
സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ആണ് വാർപ്പ് മാതൃക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എന്താണ് വാർപ്പ് മാതൃക? സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ആണ് വാർപ്പ് മാതൃക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റീരിയോ ടൈപ്പ്. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനം ഇല്ല. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. ഇതൊക്കെയാണ് സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കോമൺ സെൻസ് നോളജ് ബിൽഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവയ്ക്ക് എന്താണ് നിരീക്ഷണങ്ങളോ പഠനങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ നേരിട്ട് കാണുന്നതും കേൾക്കുന്നതും, അല്ലേ, അനുഭവിക്കുന്നതും അതിലൂടെയാണ് നമ്മൾ ഈ ഒരു കോമൺ സെൻസ് നോളജ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളെ, വലിയ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ ഘടകം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സാമ്പത്തിക പ്രശ്നത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണത്തിലൂടെയാണ്. അതിന് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഇതിൽ ആഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അനുവിൻ്റെ കുടുംബത്തിന് സ്ഥിരമായ വരുമാന സ്രോതസ്സുകളില്ല. അപ്പോൾ ഒരു കുടുംബത്തിന് സ്ഥിരമായിട്ടുള്ള വരുമാന സ്രോതസ്സുകളില്ലെങ്കിൽ അത് ബാധിക്കുന്ന ഘടകം എന്താണ്? സാമ്പത്തിക ഘടകമാണ്, അല്ലേ? ഇനി കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെടുന്നു. അതെന്താണ്? പാരിസ്ഥിതികമാണ്. മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ ബദൽ സംവിധാനം ഒരുക്കി സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നതിൽ ഭരണകൂടത്തിൻ്റെ പരിമിതി, അത് ഭരണപരമായിട്ടുള്ള ഘടകമാണ്. വിഭിന്ന ഭൂമിശാസ്ത്ര മേഖലകളിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അസമാനതകളാണ്. അപ്പോൾ സാമൂഹിക ഘടകം വ്യക്തിയുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. നമ്മളിവിടെ അതാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ, സാമൂഹിക ഘടകങ്ങൾ. കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതികവിദ്യ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സാമൂഹിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതികവിദ്യ, മാധ്യമങ്ങൾ, ഇതെല്ലാം സാമൂഹിക ഘടകങ്ങളിൽ പെടുന്നവയാണ്. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് എന്ത്? സാമൂഹിക വിശകലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സാമൂഹിക വിശകലനം? സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം. സാമൂഹിക വിശകലനത്തിലൂടെ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിർദ്ദേശം നൽകുന്നതിനും സാധിക്കുന്നു. എന്താണ് സമൂഹശാസ്ത്രം? സോഷ്യോളജി. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണെന്ത്? സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു. സമൂഹശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു ആരൊക്കെ? കാൾ മാർക്സ്, എമിൽ ദുർക്കീം, മാക്സ് വെബർ തുടങ്ങിയവർ. സാമൂഹിക വിശകലനത്തിനായി സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടന. അപ്പോൾ എന്താണ് സമൂഹശാസ്ത്രം? സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സമൂഹശാസ്ത്രം. അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടന.
അപ്പോൾ ഇതിൽ ആദ്യകാല സമൂഹശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരാണ് കാൾ മാർക്സ്, എമിൽ ദുർക്കിം, മാക്സ് വെബർ. എന്താണ് സാമൂഹിക ബന്ധങ്ങൾ? സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ്. ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം, കരുതൽ, വാത്സല്യം തുടങ്ങിയവയും കൂട്ടുകാരുമായുള്ള സൗഹൃദങ്ങളിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ എന്നിവയുമെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി സാമൂഹിക സ്ഥാപനങ്ങൾ. സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. ഇവ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവൃത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം പൊതുവായി അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങൾ സ്വാംശീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ. വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് എന്താണ്? സാമൂഹിക ഘടനയാണ്. സമൂഹത്തിലെ വഴക്കങ്ങൾ, ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകാൻ ഇവ സഹായിക്കുന്നു. അപ്പോൾ സാമൂഹിക ഘടന എന്ന് പറയുന്നത് വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം എന്നിവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിനെയാണ് സാമൂഹിക ഘടന എന്ന് പറയുന്നത്. സമൂഹത്തിലെ വഴക്കങ്ങൾ, ചട്ടങ്ങളാണ് ഇതിനുദാഹരണമായിട്ട് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഇടയിൽ ഈ ഒരു പേര് വരും, അനു എന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അനുവിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞതോടുകൂടിയാണ്. അപ്പോൾ അനു അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ വിവിധ ഘടകങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ വിവിധ ഘടകങ്ങൾ അതെന്താണ്? സാമൂഹിക ഘടനകളുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ അങ്ങനെ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം. അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ്സ് മിൽസ് 1959 രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുന്നോട്ട് വച്ചത്. വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്പനം വിഭാവനം ചെയ്യുന്നത്. പിന്നെ സമൂഹശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും. എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും. സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ ഓരോന്നായി പരിശോധിക്കാം.
സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകളാണ്. ഫസ്റ്റ് വൺ, വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. എങ്ങനെയാണ് ഓരോ വ്യക്തികളും നോക്കി കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു റോഡ് ആക്സിഡൻറ്റിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക് നിയമലംഘനം, വാഹനപ്പെരുപ്പം, ജനസംഖ്യാനുസൃതമായിട്ടുള്ള സഞ്ചാര സൗകര്യമില്ലായ്മ, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിൻ്റെ വീഴ്ച, റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണ രീതി തുടങ്ങിയ പല ഘടകങ്ങളും എന്താണ് ഇതിന് പിന്നിലുണ്ട് എന്ന് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു റോഡ് അപകടം, ഈ ഒരു ഇൻസിഡൻറ്റ് ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ട്രാഫിക് നിയമലംഘനത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ വാഹനപ്പെരുപ്പം, ജനസംഖ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള സഞ്ചാര സൗകര്യം ഇല്ലായ്മ, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമ സംവിധാനത്തിൻ്റെ വീഴ്ച, റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണ രീതി, അങ്ങനെ പല ഘടകങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താനായിട്ട് കഴിയുന്നു. അപ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു. ഇനി ആത്മഹത്യാ നിരക്കും സമൂഹവും. ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ ദുർക്കീം അതിനു പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. തൻ്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത്. അപ്പോൾ 1897 എമിൽ ദുർക്കീം സൂയിസൈഡ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. രണ്ടാമത്തെ ഘടകമാണ് സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ. രണ്ടാമത്തെയാണ് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ളത്. ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? തൊഴിൽ പങ്കാളിത്തമാണ്. ഇവിടെ ലിംഗപദവി അനുസരിച്ച് ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 2017-2023 വർഷം വരയ്ക്കുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 2017-18 പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 75.1 ആയിരുന്നു, സ്ത്രീയുടെ 21.1. 2018-19 പുരുഷന്മാരുടെ 74.9, സ്ത്രീകളുടെ 21.6. 2019-20 പുരുഷന്മാരുടെ 75.8, സ്ത്രീകളുടെ 26.3. 2020-21 പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 75.8, സ്ത്രീകളുടെ 27.5 ആണ്. 2021-2022 പുരുഷന്മാരുടെ 75.9, സ്ത്രീകളുടെ 27.2 ആണ്. 2022-23 പുരുഷന്മാരുടെ നിരക്ക് 77.4, സ്ത്രീകളുടെ 31.6 ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? പുരുഷന്മാരാണ് കുടുംബത്തെ പോറ്റേണ്ടതെന്നും സ്ത്രീകൾ കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണെന്നുമുള്ള ലിംഗപദവിയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വഴക്കങ്ങൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരം ലഭിക്കുന്ന അവസ്ഥ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ തുടങ്ങിയവയെല്ലാം തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കുറയ്ക്കാനുള്ള കാരണങ്ങളാണെന്ന് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാമൂഹിക പ്രശ്നത്തിന് കാരണം കണ്ടെത്തുമ്പോൾ നിരവധി സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസ ഘടകങ്ങളുടെ സ്വാധീനം കൂടി കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങളുടെ സാമൂഹിക ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രയോജനപ്പെടുന്നു. ഇനി അടുത്തൊരു സവിശേഷതയാണ് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു. ഇപ്പം എങ്ങനെയാണ് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നത്? ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വ്യക്തിയുടെ അനുഭവം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. അത്ര പ്രാധാന്യമില്ല എങ്കിലും ഈ ഒരു പോയിന്റ് നമുക്ക് ഓർത്തിരിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു വിവരണത്തിലൂടെ സാധിക്കും. ഇഷാൻ എന്ന വ്യക്തി താൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സംസാരിച്ച വാക്കുകളാണ്: ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാകണം എന്നായിരുന്നു.
പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഞാൻ ചിത്രരചന ഒരു ജോലിയായി സ്വീകരിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല. ക്രമേണ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച് ഒരു എഞ്ചിനീയർ ആകാൻ തീരുമാനിച്ചു. എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ എഞ്ചിനീയർ ആയത് എന്ന ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ അതിൽ തൃപ്തനായിരുന്നില്ല. ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയർ ആയത് എൻ്റെ മാത്രം തീരുമാനത്തിലല്ല എന്നെനിക്ക് മനസ്സിലായി. മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ അങ്ങനെ പലരുടെയും അഭിപ്രായം എന്നെ സ്വാധീനിച്ചിരുന്നു. ഇപ്പോൾ എഞ്ചിനീയർ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞാൻ ചിത്രരചനയിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം എന്താണ് ആദ്യം എന്താണ് എല്ലാവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഒരു ജോലി തിരഞ്ഞെടുക്കുകയും പിന്നീട് അതിലല്ല തനിക്ക് താല്പര്യമെന്നും തൻ്റെ ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിലൊരു സംതൃപ്തി കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ തൻ്റെ തീരുമാനത്തെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തുമ്പോഴാണ് ഇഷാൻ ഈ കണ്ടെത്തൽ നടത്താനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണിയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്, സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വയം പ്രതിഫലനം നടത്തിയപ്പോഴാണ് ഇഷാൻ ഈ തിരിച്ചറിവ് ലഭിച്ചത്. അപ്പോൾ സ്വയം പ്രതിഫലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്തുന്നതിനുള്ള നൈപുണിയാണ് സ്വയം പ്രതിഫലനം. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനൊപ്പം ഓരോ വ്യക്തിക്കും അവരവരെക്കുറിച്ച് തന്നെ ആഴത്തിൽ തിരിച്ചറിയാനും സ്വയം പ്രതിഫലനം നടത്താനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്കു പിന്നിലെ സാമൂഹിക കാരണങ്ങളെ സ്വയം പ്രതിഫലനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ഇത് സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാറിയുള്ള വിശാലമായ വിലയിരുത്തലുകൾക്ക് സഹായിക്കും. ഇത്തരത്തിൽ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും സമൂഹശാസ്ത്ര സങ്കല്പം ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നു. ഇനി അടുത്തൊരു സവിശേഷതയാണ് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പരീക്ഷകൾക്ക് സ്ഥിരമായി കുറഞ്ഞ സ്കോർ ലഭിക്കുന്നുവെന്നും പഠനകാര്യങ്ങളിൽ ആ കുട്ടി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും വിചാരിക്കുക. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് സാമാന്യ ബോധജ്ഞാനത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്താൻ സാധ്യതയുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അലസതയായിരിക്കാം. അതുപോലെ തന്നെ ആ കുട്ടിക്ക് പഠന സാഹചര്യം ഇല്ലാതെ ഇരിക്കാം, അല്ലേ? അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാനും കഴിയുന്നു. ഇനി അടുത്തൊരു സവിശേഷതയാണ് വിമർശനാത്മക ചിന്ത വളർത്തുന്നു. ഇവിടെ ഒരു ഇൻസിഡൻറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. പ്രിയ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മികച്ച തൊഴിലും ജീവിത സാഹചര്യങ്ങളും തേടി അവൾ നഗരത്തിലേക്ക് കുടിയേറി. പക്ഷേ അവിടെ ജോലി നേടാനും സുരക്ഷിതമായ താമസ സൗകര്യം കണ്ടെത്താനും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചു നാളത്തെ അന്വേഷണത്തിനു ശേഷം അവൾക്കൊരു ജോലി ലഭിച്ചുവെങ്കിലും അധികം വൈകാതെ തന്നെ ആ ജോലി നഷ്ടമായി. ഈ അവസരത്തിൽ പ്രിയ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടു. തനിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടത് തനിക്ക് മാത്രം സംഭവിച്ച തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ടാണ് പ്രിയ കരുതിയിരുന്നത്. എന്നാൽ തന്നെ പോലെ തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി കുടിയേറ്റക്കാർ ആ നഗരത്തിലുണ്ടെന്ന് ലേബർ ഓഫീസിൽ വെച്ച് അവൾക്ക് മനസ്സിലായി. അവരുമായി ഇടപെട്ടും ലേബർ ഓഫീസ് മുഖേനയും കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രിയയ്ക്ക് ചില അറിവുകൾ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ കാര്യങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ ശ്രമിക്കുകയും കുടിയേറ്റക്കാരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ തുടങ്ങുകയും ചെയ്തു. ക്രമേണ അവൾക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ പുതിയ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നതിന് ക്രിയാത്മകമായി ഇടപെട്ടപ്പോൾ കുടിയേറ്റക്കാരുടെ മിക്ക പ്രശ്നങ്ങളും സമാനമാണെന്ന് വിമർശനാത്മക ചിന്തയിലൂടെ പ്രിയയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ വ്യക്തിഗത പ്രശ്നത്തിൽ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി സ്വാധീനിക്കുന്നുണ്ടെന്ന് കണ്ടെത്താനും അവൾക്ക് കഴിഞ്ഞു. അതിലൂടെ തൻ്റെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ പ്രിയയ്ക്ക് സാധിച്ചു, കൂടെ മറ്റുള്ളവരെ പിന്തുണയ്ക്കാനും. ഇത്തരത്തിൽ വിവിധ സാമൂഹിക ഘടകങ്ങൾ വ്യക്തി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ വിമർശനാത്മക ചിന്തയിലൂന്നിയ സമൂഹശാസ്ത്ര സങ്കല്പം വ്യക്തികളെ സഹായിക്കുന്നു. അടുത്തൊരു സവിശേഷതയാണ് ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു.
ഇവിടെ ഒരു ഇൻസിഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പട്ടണത്തിലാണ് റീനു താമസിക്കുന്നത്. സംതൃപ്തമായ ജോലിയും കുടുംബവുമുള്ള അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളുമില്ല എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷേ റീനുവിന് പലപ്പോഴും അകാരണമായ ഉത്കണ്ഠയും വിഷാദവും അനുഭവപ്പെടുമായിരുന്നു. ഇത് ആരോടെങ്കിലും പങ്കുവച്ചാൽ മറ്റുള്ളവർ തനിക്ക് മാനസിക രോഗമാണെന്ന് കരുതുമെന്നും തന്നെ ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം ഭയന്നു. അതിനാൽ റീനു അതാരെയും അറിയിച്ചില്ല. ഒരിക്കൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. അവിടെ നടന്ന ചർച്ചകളിൽ നിന്നും മാനസികാരോഗ്യ വിദഗ്ധരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യമെന്ന് റീനു തിരിച്ചറിഞ്ഞു. മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗുണാത്മകമല്ലാത്ത ചില വഴക്കങ്ങളും മുൻധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് തൻ്റെ അവസ്ഥ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹം സുഹൃത്തുക്കളോട് പങ്കുവച്ചു. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ റീനുവിനും സുഹൃത്തുക്കൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ആരംഭിച്ചു. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അനന്തരഫലങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാനായിട്ട് കഴിയും. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ ഈ സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്താൻ സാധ്യമല്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സാമാന്യ ബോധജ്ഞാനത്തിൽ കൂടി മാത്രം വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന രീതിക്ക് അപ്പുറം പ്രശ്നങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കണം. വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായ പരാജയമായി കാണുന്നതിന് പകരം സാമൂഹിക പ്രശ്നങ്ങളായി തിരിച്ചറിയാൻ സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തി നൽകുന്നു. വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. ഇതിലൂടെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇത് കൂടുതലും ഫലപ്രദമായ സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായകരമാവും. അങ്ങനെ മാറ്റത്തിനായി പ്രവർത്തിക്കാനും സാമൂഹിക നയങ്ങൾ രൂപപ്പെടുത്താനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഇപ്പോൾ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം. അതുപോലെ തന്നെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്നുണ്ട് സാമൂഹിക സങ്കല്പനം. അതുപോലെ തന്നെ കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അനന്തരഫലങ്ങളിലൊക്കെ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാൻ കഴിയും. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്താൻ സാധ്യമല്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സാമാന്യ ബോധജ്ഞാനത്തിൽ കൂടി മാത്രം വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന രീതിക്കപ്പുറം പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനും സാധിക്കണം. അങ്ങനെ വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായിട്ടുള്ള പരാജയമായി കാണുന്നതിന് പകരം സാമൂഹിക പ്രശ്നങ്ങളായി തിരിച്ചറിയാൻ സമൂഹശാസ്ത്ര സങ്കല്പനം പ്രാപ്തി നൽകുന്നു. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള വ്യക്തിഗത വീക്ഷണം, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കൽ, സ്വയം പ്രതിഫലനം, അനുതാപവും സഹിഷ്ണുതയും, വിമർശനാത്മക ചിന്ത, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. ഇത്രയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. സമൂഹശാസ്ത്രം അതിൻ്റെ അറിവ് തേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായാണ്. സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. ഇവ പരസ്പരം ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ്. ഇപ്പം എന്താണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും? നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. ഇവ പരസ്പരം ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ്. ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മകമായി ഇടപഴകാനും സാമാന്യ ബോധത്തിൽ മാത്രം
അധിഷ്ഠിതമായ നിലപാടുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു. ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സാമൂഹിക പെരുമാറ്റങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും എല്ലാം സങ്കീർണതകളെ വിവേചിച്ചറിയാനും കഴിയുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സങ്കല്പന സമീപനവും. ഇപ്പോൾ സാമാന്യ ബോധജ്ഞാന സമീപനം എന്ന് പറയുന്നത് വ്യക്തിഗത വീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയുമായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പന സമീപനം വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിൻ്റെ വ്യാപ്തി വലുതാണ്. പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പനം സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. സാമാന്യ ബോധജ്ഞാന സമീപനം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല. ഇവിടെ വ്യക്തിപരമായ അനുഭവങ്ങളെയും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഇതാണ് സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സങ്കല്പനവും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ, മൈക്രോ മാക്രോ റിലേഷൻഷിപ്സ്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ കണ്ടെത്തുന്നതിന് സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു. വ്യക്തിജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായൊരു ഉപകരണവും നൈപുണ്യവും സമീപനവുമായി സമൂഹശാസ്ത്ര സങ്കല്പം മാറുന്നു. അപ്പോൾ ഇവിടെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നതാണ് സമൂഹശാസ്ത്ര സങ്കല്പം. അതുപോലെ തന്നെ സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാനും പ്രേരിപ്പിക്കുന്നുണ്ട്. വ്യക്തിജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായിട്ടുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായൊരു ഉപകരണവും നൈപുണ്യവും സമീപനവുമായി സമൂഹശാസ്ത്ര സങ്കല്പം മാറുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.